Next is hydrograph analysis. Hydrograph analysis. Hydrograph is a graph showing variation of discharge with time at a particular point of a stream. Hydrograph is a graph showing the variation of discharge with the time at a particular point of a stream. This hydrograph shows the distribution of total runoff at the point of measurement. Hydrograph shows the distribution of total runoff at a point of measurement. ഈ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ടോട്ടൽ റൺ ഓഫ് ആണ്. ഈ ടോട്ടൽ റൺ ഓഫ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? സർഫസ് റൺ ഓഫും സബ് സർഫസ് റൺ ഓഫും, അതായത് സർഫസ് റൺ ഓഫ് ഉണ്ടാവും, ഇന്റർഫ്ലോ ഉണ്ടാവും, ബേസ് ഫ്ലോ ഉണ്ടാവും. ഈ ഡിസ്ചാർജിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഡയറക്റ്റ് റൺ ഓഫ്, അതായത് ഡയറക്റ്റ് റൺ ഓഫിൽ വരുന്ന സബ് സർഫസ് റൺ ഓഫും സർഫസ് റൺ ഓഫും പ്ലസ് ബേസ് ഫ്ലോയും കാണും. അതെല്ലാം കൂടെ സമ്മായിരിക്കും ഈ ഡിസ്ചാർജ് എന്ന് പറഞ്ഞ് നമ്മൾ പ്ലോട്ട് ചെയ്യും. ഇതെന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റൺ ഓഫ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് മെഷർമെന്റ്. അപ്പൊ നമ്മൾ ഒരു ബേസിനില് ഒരേപോലത്തെ രണ്ട് സ്റ്റോം കൊണ്ടുണ്ടാകുന്ന ഹൈഡ്രോഗ്രാഫ് വരച്ചാലും രണ്ടും ഐഡന്റിക്കൽ ആവത്തേ ഇല്ല. കാരണം എന്താണ്? ഈ ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത് സ്റ്റോമിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല, അത് ക്ലൈമറ്റിക് ക്യാരക്ടറിസ്റ്റിക്സിനെയും ഫിസിയോഗ്രഫിക് ക്യാരക്ടറിസ്റ്റിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഒരു ഹൈഡ്രോഗ്രാഫ് വരുന്നത്. അപ്പൊ നമ്മൾ രണ്ട് ഒരേപോലത്തെ റെയിൻഫോളിനുള്ള ഹൈഡ്രോഗ്രാഫ് വരച്ചാലും ഒരു പർട്ടിക്കുലർ ബേസിനിൽ വരച്ചാലും രണ്ടും സെയിം ഹൈഡ്രോഗ്രാഫ് ആവണമെന്ന് ഇല്ല. പിന്നെ നമ്മൾ ഈ പ്ലോട്ട് ചെയ്യുന്ന ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ജനറേറ്റഡ് ഫ്രം റൺ ഓഫ് ഡ്യൂ ടു precipitation ഫ്രം either an isolated storm or a series of consecutive storm. ഒരു ഐസൊലേറ്റഡ് സ്റ്റോം കാരണമുള്ള precipitation ഉണ്ടാകുന്ന റൺ ഓഫ് അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് സ്റ്റോംസ് കാരണം ഉണ്ടാകുന്ന precipitation കിട്ടുന്ന റൺ ഓഫിന്റെ ഒരു പ്ലോട്ട് ആയിരിക്കും ഹൈഡ്രോഗ്രാഫ് അനാലിസിസ്. അതുകൊണ്ടാണ് അതിനെ ഹൈഡ്രോഗ്രാഫിനെ സ്റ്റോം ഹൈഡ്രോഗ്രാഫ് എന്നും വിളിക്കും. ഹൈഡ്രോഗ്രാഫിനെ നമുക്ക് സ്റ്റോം ഹൈഡ്രോഗ്രാഫ് എന്നും വിളിക്കാം. ഇനി സിംഗിൾ സ്റ്റോമിൽ നിന്നുള്ള ഹൈഡ്രോഗ്രാഫ് ആണെങ്കിൽ ഒരു പീക്കേ കാണൂ. അതേസമയം കോംപ്ലക്സ് സ്റ്റോം, അതായത് ഒന്നിലധികം സ്റ്റോമിൽ നിന്നുള്ള ഹൈഡ്രോഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ പീക്സ് വരും. സിംഗിൾ സ്റ്റോം ഹൈഡ്രോഗ്രാഫ് ആണെങ്കിൽ സിംഗിൾ പീക്ക് ആയിരിക്കും. മൾട്ടിപ്പിൾ സ്റ്റോംസ് അല്ലെങ്കിൽ കോംപ്ലക്സ് സ്റ്റോംസ് നിന്നുണ്ടാകുന്ന ഹൈഡ്രോഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഒന്നിലധികം പീക്സ് വരും, മൾട്ടിപ്പിൾ പീക്സ് വരും. Now let's see what are the components of a single peaked hydrograph. ഹൈഡ്രോഗ്രാഫ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, പ്രോബ്ലം ഒക്കെ വരും. തേർഡ് മോഡൽ സെക്കൻഡ് മോഡലിലുള്ള മൊത്തം ഹൈഡ്രോഗ്രാഫിന്റെ പ്രോബ്ലംസ് ആണ് മെയിൻ ആയിട്ട്. കമ്പോണൻസ് of a single peaked hydrograph. Look at the figure.
So there are mainly 3 components for a single peaked hydrograph resulting from an isolated storm. Isolated storm കിട്ടുന്ന hydrograph ആയിരിക്കും single peaked hydrograph. ഇതിനകത്ത് 3 main components ഉണ്ട്. First one is the rising limb AB. Second one, peak or the crest element BPC. Peak or crest element BPC. And the third one is recession limb CD. എന്താണ് 3 components? AB, the rising limb. Peak or crest element BPC. Then CD, recession limb. In rising limb ne patti nokkam. Rising limb is the ascending portion of hydrograph corresponding to the increase of discharge due to gradual formation of storm in the channels existing in the area and also over the watershed surface. The rising limb is also known as concentration curve. Rising limb is also known as concentration curve. Rising limb എന്ന് പറയുന്നതാണ് curve portion AB. അതെന്ന് പറയുന്നത് ascending portion of hydrograph or increasing portion of hydrograph corresponding to increase of discharge due to gradual formation of storage in the channels existing in the area and also over the watershed surface. അതെ, rising limb വരാനുള്ള കാര്യം എന്താണ്? Due to increase of discharge due to gradual formation of storage in the channels existing in the area and also over the watershed surface. അതുകൊണ്ടാണ് അവിടെ ഒരു ascending portion ഉണ്ടാവുന്നത്. ഈ റൈസിംഗ് ലിമ്പിനെ വേറൊരു പേരും കൂടെ വിളിക്കും കോൺസെൻട്രേഷൻ കർവ്. സോ സ്റ്റോമിന്റെ ഏർലി പീരീഡിൽ, അതായത് ആദ്യത്തെ സമയത്ത് there are initial losses as well as high infiltration loss and hence discharge rises slowly. ഒരു സ്റ്റോമിന്റെ ഇനീഷ്യൽ ടൈമിൽ എങ്ങനെയായിരിക്കും? ഡിസ്ചാർജ് വളരെ സ്ലോ ആയിട്ട് റൈസ് ചെയ്യുക. ഡിസ്ചാർജ് വളരെ സ്ലോ ആയിട്ട് റൈസ് ചെയ്യുന്നത് റൺ ഓഫ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. കാരണം എന്താണ്? അവിടെ ഇനീഷ്യൽ ലോസസും ഉണ്ട്, ഇൻഫിൽട്രേഷനും കൂടുതലായിരിക്കും സ്റ്റോം തുടങ്ങുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഡിസ്ചാർജ് വളരെ പതുക്കെ റൈസ് ചെയ്യുക. അതുകൊണ്ടാണ് AB കർവ് പതുക്കെ റൈസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ടൈം ഇൻക്രീസ് ചെയ്യുമ്പോൾ ആസ് ദ ടൈം പ്രോഗ്രസസ് ഓർ ടൈം ഇൻക്രീസസ് ഇനീഷ്യൽ ലോസസ് എല്ലാം അങ്ങ് നിൽക്കും. പിന്നെ ഇൻഫിൽട്രേഷൻ റേറ്റും കുറഞ്ഞു തുടങ്ങും. Due to this, more and more discharge from distant parts reach the basin outlet. അപ്പോൾ ദൂരത്തു നിന്നുള്ള ഡിസ്ചാർജ് എല്ലാം ബേസിൻ ഔട്ട്ലെറ്റിലോട്ട് വരും. അതായത് സ്റ്റോം തുടങ്ങി കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ഇനീഷ്യൽ ലോസസ് എല്ലാം നിൽക്കുകയും ചെയ്യും, ഇൻഫിൽട്രേഷന്റെ റേറ്റ് കുറയും. അപ്പം ബേസിൻ ഔട്ട്ലെറ്റിൽ നിന്ന് ദൂരെയുള്ള പോയിന്റ്സ്, ബേസിൻ ഔട്ട്ലെറ്റിൽ നിന്ന് അകലത്തിൽ നിൽക്കുന്ന പോയിന്റ്സ് എന്നുള്ള ഡിസ്ചാർജ് എല്ലാം ബേസിനിലോട്ട് വരാൻ തുടങ്ങും. അപ്പോഴാണ് ഡിസ്ചാർജ്. സോ പോയിന്റ് A is the starting point while point B is point of inflection. Point B എന്ന് പറയുന്നത് point of inflection. The shape of the rising limb is controlled by characteristics of basin and duration, intensity and uniformity of the wave. അപ്പോൾ ഈ AB കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബേസിൻ ഡിപ്പെൻഡ് ചെയ്യുന്നു. പിന്നെ അത് എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ആ ഷേപ്പ് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തൊക്കെയാണ്? ഡ്യൂറേഷൻ, ഇന്റൻസിറ്റി ആൻഡ് യൂണിഫോമിറ്റി ഓഫ് റേറ്റ്. ഇനീഷ്യൽ പോർഷൻ ഓഫ് ദ റൈസിംഗ് കർവ് ഇസ് കോൺകേവ് ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺ. എന്തുകൊണ്ടാണ് ഇനീഷ്യൽ പോർഷൻ കോൺകേവ് ആയിട്ട് കിട്ടിയത്? ബിക്കോസ് there is greater loss due to interception, surface detention, evaporation and infiltration during initial period of rain. നമ്മൾ ആദ്യമേ പറഞ്ഞു ഇനീഷ്യൽ പീരീഡിൽ ലോസസ് എല്ലാം കൂടുതലായിരിക്കും. എന്തൊക്കെ ലോസസ് ഉണ്ട്? ഇന്റർസെപ്ഷൻ, സർഫസ് ഡിറ്റൻഷൻ, ഇവോപ്പറേഷൻ ആൻഡ് ഇൻഫിൽട്രേഷൻ. പിന്നെ ഹെവിയർ കോൺസെൻട്രേഷൻ ഓഫ് ഏരിയ ബിറ്റ്വീൻ അഡ്ജസന്റ് ഐസോക്രോൺസ് ഇസ് ലേഡ് ബിറ്റ്വീൻ മിഡിൽ ആൻഡ് അപ്പർ പാർട്ട് ഓഫ് വാട്ടർഷെഡ്. അതാണ് ഫസ്റ്റ് കമ്പോണന്റ്, റൈസിംഗ് ലിംബ്. ഫസ്റ്റ് കമ്പോണന്റ് ആയിരുന്നു റൈസിംഗ് ലിംബ് AB. അടുത്തത് പീക്ക് ഓർ ക്രസ്റ്റ് എലമെന്റ് BPC. Second is peak or crest element BPC. So peak or the crest element or crest segment
includes part of the hydrograph from point of inflection or inflection point B on the rising limb to an inflection point C on the recession limb. ഈ പോയിന്റ് ബി എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ ഓൺ ദ റൈസിംഗ് ലിംബും പോയിന്റ് സി എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ ഓൺ ദ റിസെഷൻ ലിംബും. സോ ഈ രണ്ട് പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷന്റെ ഇടയിലുള്ള പോർഷൻ ആണ് പീക്ക് ഓർ ക്രസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നത്. It is the most important component of hydrograph because it indicates the peak flow rate. ഈ ക്രസ്റ്റ് എലമെന്റിലാണ് നമുക്ക് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണ്, അതിനകത്താണ് നമ്മുടെ പീക്ക് ഫ്ലോ റേറ്റ് വരുന്നത്. പീക്ക് ഫ്ലോ റേറ്റ് വരുന്ന പോയിന്റ് ആണ് പോയിന്റ് പി. The peak represents arrival of flow at the outlet from all parts of the basin. Peak flow എന്ന് പറയുമ്പോൾ ഒരു ബേസിനിലെ എല്ലാ ഭാഗത്തിൽ നിന്നും ഔട്ട്ലെറ്റിലോട്ട് ഫ്ലോ വരുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ പീക്ക് ഫ്ലോ ആയിട്ട് പറയുന്നത്. പീക്ക് ഫ്ലോ എന്ന് പറയുന്നത് പീക്ക് ഫ്ലോ റെപ്രസെന്റ്സ് അറൈവൽ ഓഫ് ഫ്ലോ അറ്റ് ദി ഔട്ട്ലെറ്റ് ഫ്രം ഓൾ പാർട്സ് ഓഫ് ദ ബേസിൻ. ഒരു ബേസിന്റെ എല്ലാ ഭാഗത്തിൽ നിന്നും ഔട്ട്ലെറ്റിലോട്ട് ഫ്ലോ വരുന്ന ആ ഒരു പ്രോസസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ പീക്ക് ഫ്ലോ. പീക്ക് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, അറൈവൽ ഓഫ് ഫ്ലോ ഫ്രം ഓൾ പാർട്സ് ഓഫ് ദ ബേസിൻ ടു ദി ഔട്ട്ലെറ്റ് അറ്റ് ദി ഔട്ട്ലെറ്റ്. The shape of peak can be either sharp or flat depending upon the rainfall catchment characteristic. Rainfall characteristic catchment characteristics ne depend ചെയ്ത് പീക്കിന്റെ ഷേപ്പ് ഷാർപ്പ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ആവാം. Point of inflection represents the change point of contribution to the inflection represents the change point of contribution of the catchment to channel system. End of the crest segment corresponding to inflection point C marks the time when direct runoff from overland flow into the stream outlet ceases. അതായത് ഇവിടെ നിങ്ങളുടെ റിസെഷൻ ലിംബിൽ ഒരു പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ സി ഉണ്ട്. പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ സി എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ദാറ്റ് പോയിന്റ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് point which indicates the time when direct runoff from overland flow into the stream outlet ceases. ഈ പോയിന്റ് സി കണ്ടോ, ആ പോയിന്റ് സി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ടൈം ഫ്രം വിച്ച് ഡയറക്റ്റ് റൺ ഓഫ് സീസസ് ഫ്രം ഓവർലാൻഡ് ഫ്ലോ. ഓവർലാൻഡ് ഫ്ലോയിൽ നിന്നുള്ള ഡയറക്റ്റ് റൺ ഓഫ് നിൽക്കുന്ന ആ ടൈം ഉണ്ട്. ആ ടൈമിനെയാണ് ഈ പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ സി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതാണ് നിങ്ങളുടെ പീക്ക് ഓർ crest element. Peak or crest element എന്ന് പറയുമ്പോൾ എന്താണ്, it is the most important part of hydrograph as it indicates the peak flow rate. As it indicates the peak flow rate. ഇനി ഈ ഷേപ്പ് ഓഫ് ദ പീക്ക് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഫ്ലാറ്റ് ആവാം അല്ലെങ്കിൽ ഷാർപ്പ് ആവാം ഡിപ്പെൻഡിങ് ഓൺ ദ റെയിൻഫോൾ ആൻഡ് കാച്ച്മെന്റ് ക്യാരക്ടറിസ്റ്റിക്. ഇനി ക്രസ്റ്റ് എലമെന്റ് അല്ലെങ്കിൽ ക്രസ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത് എവിടെ തൊട്ട് എവിടെ വരെയാണ്, പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ ബി ഓൺ ദ റൈസിംഗ് ലിംബ് ടു പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ സി ഓൺ ദ റിസെഷൻ ലിംബ്. പീക്ക് എന്ന് പറയുന്നത് എന്താണ്, പീക്ക് റെപ്രസെന്റ്സ് അറൈവൽ ഓഫ് ഫ്ലോ അറ്റ് ദി ഔട്ട്ലെറ്റ് ഫ്രം ഓൾ പാർട്സ് ഓഫ് ദ ബേസിൻ. ബേസിനിലുള്ള എല്ലാ ഭാഗത്തിൽ നിന്നും ഔട്ട്ലെറ്റിലോട്ട് ഫ്ലോ വരുന്നതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ പീക്ക്. And the time interval between center of mass of rainfall to the peak stop is controlled by characteristics of both the basin as well as stop. Peak storm ഉം center of mass of rainfall തമ്മിലുള്ള ടൈം അതിനെയാണ് TL എന്ന് വിളിക്കുന്നത്. TL ആ ടൈം എന്താണ്, റെയിൻഫോൾ ബേസിൻ ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ പറയുന്നത് എന്താണ്, point of inflection represents a change point of contribution. Point of inflection എന്ന് പറയുന്നത് represents a change point of contribution of the catchment to channel system. So ഈ ക്രസ്റ്റ് സെഗ്മെന്റ് എന്ത് ചെയ്യുന്ന ആ പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ ഉണ്ടല്ലോ, അതായത് റിസെഷൻ ലിംബിലെ പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ ഇൻഡിക്കേറ്റ്സ് ദ ടൈം അറ്റ് വിച്ച് ഡയറക്റ്റ് റൺ ഓഫ് ഫ്രം ഓവർലാൻഡ് ഫ്ലോ സീസസ്. ഓവർലാൻഡ് ഫ്ലോയിൽ നിന്നുള്ള ഡയറക്റ്റ് റൺ ഓഫ് തീരുന്ന സമയമാണ് ഈ പോയിന്റ് ഓഫ് സി, പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ പോയിന്റ് സി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതാണ് സെക്കൻഡ് കമ്പോണന്റ്, പീക്ക് ഓർ ക്രസ്റ്റ് എലമെന്റ്. നൗ തേർഡ് കമ്പോണന്റ് ഇസ് ദ റിസെഷൻ ലിംബ് CD. Recession limb CD. Recession limb CD. Recession limb extends from point of inflection C of the crest segment to D, the point of commencement of natural groundwater flow. D എന്ന് പറയുന്നത്
നാച്ചുറൽ ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ തീരുന്ന പോയിന്റ് ആണ് ഡി. ആ പോയിന്റ് ആണ് ഡി. അപ്പൊ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ സി തൊട്ട് പോയിന്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് നാച്ചുറൽ ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ ഡി, ആ ഒരു രണ്ട് പോയിന്റിന്റെ ഇടയിൽ വരുന്ന സെഗ്മെന്റിന് വിളിക്കുന്ന പേരാണ് റിസഷൻ ലിംബ്. റിസഷൻ ലിംബ് ഇൻഡിക്കേറ്റ് സ്റ്റോറേജ് കോൺട്രിബ്യൂഷൻ ഫ്രം സർഫസ് സ്റ്റോറേജ്, ഇന്റർഫ്ലോ ആൻഡ് ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ. അപ്പൊ റിസഷൻ ലിംബ് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ storage contribution from surface storage, groundwater flow and interflow. Since the depletion of detention storage takes place after the cessation of rainfall, അതായത് റെയിൻഫോൾ നിന്ന് കഴിയുമ്പോൾ ഡിറ്റൻഷൻ സ്റ്റോറേജിന്റെ ഡിപ്ലീഷൻ ഉണ്ടാവും. The shape of recession curve depends only on basin characteristics and is independent of rainstorm characteristics. അതായത് റെയിൻഫോൾ നിന്ന് കഴിഞ്ഞാൽ there is depletion of detention storage after the cessation of rainfall. Rainfall നിന്ന് കഴിഞ്ഞാൽ there is depletion of detention storage. അതുകൊണ്ട് തന്നെ ഈ റിസഷൻ ലിംബിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ബേസിൻ ക്യാരക്ടറിസ്റ്റിക്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ, റെയിൻഫോൾ ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം അവിടെ റെയിൻഫോൾ ഇല്ല, റെയിൻഫോൾ തീർന്നു കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സി ഡി എന്ന് പറയുന്ന റിസഷൻ ലിംബിന്റെ ഷേപ്പ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി ബേസിൻ ക്യാരക്ടറിസ്റ്റിക്സ്. The recession curve can be considered as rate of discharge resulting from the draining of process. Draining of process in the rate of discharge ne and ഈ recession curve indicate ചെയ്തു. Recession curve can be considered as rate of discharge resulting from draining of process. Now let's see what are the various time parameters used in hydrograph analysis. Time parameters. Time parameters. The first one is effective time duration TRE. Effective time duration DRE. It is a net duration of precipitation during which rainfall rates are more than infiltration rate. Net duration of precipitation where rainfall rate is more than infiltration rate. That is effective time duration. Effective time duration is the duration of effective rainfall. Effective rainfall എന്ന് പറഞ്ഞാൽ ഇൻഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് വരുന്ന ബാക്കി റൺ ഓഫ് ഉള്ള ഭാഗത്തെ ടൈം, അതാണ് TRE. ഇഫക്റ്റീവ് ടൈം ഡ്യൂറേഷൻ TRE എന്ന് പറഞ്ഞാൽ നെറ്റ് ഡ്യൂറേഷൻ ഓഫ് precipitation during which rainfall rates are in excess or more than infiltration rate. ഇഫക്റ്റീവ് റെയിൻഫോൾ ഉണ്ടാകുന്ന അത്രയും ടൈമിനെയാണ് TRE, ഇഫക്റ്റീവ് ടൈം ഡ്യൂറേഷൻ. നെക്സ്റ്റ് ഇസ് TL, ലാഗ് ടൈം or basin lag. TL, lag time or basin lag. It is the time interval. Lag time or basin lag TL is the time interval between center of mass of net rainfall and center of mass of runoff hydrograph. Center of mass of net rainfall and center of mass of runoff hydrograph തമ്മിലുള്ള ടൈം ഇന്റർവെലിനെയാണ് ലാഗ് ടൈം അല്ലെങ്കിൽ ബേസിൻ ടൈം ആയിട്ട് വിളിക്കുന്നത്. അതെങ്ങനെയാണ് യൂഷ്വലി നമ്മൾ എടുക്കുന്നത്? ഇറ്റ് ഇസ് ടേക്കൺ ആസ് ദ ടൈം ലാപ്സ് ബിറ്റ്വീൻ സെന്റർ ഓഫ് മാസ് ഓഫ് ഇഫക്റ്റീവ് റെയിൻഫോൾ ആൻഡ് പീക്ക് ഓഫ് ഹൈഡ്രോഗ്രാഫ്. ഇഫക്റ്റീവ് റെയിൻഫോളിലെ സെന്റർ ഓഫ് മാസ് ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതും പീക്ക് റെയിൻഫോളും തമ്മിലുള്ള ടൈം ലാപ്സ് ആണ് ഈ ബേസിൻ ലാഗ് അല്ലെങ്കിൽ ലാഗ് ടൈം എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത്. ടൈം ഓഫ് പീക്ക് TP. Time of peak TP is the time interval between starting of rising limb to peak. Rising limb start ചെയ്യുന്ന പോയിന്റ് A തൊട്ട് പീക്ക് വരെ എത്താനുള്ള ആ ടൈമിനെയാണ് പീക്ക് ടൈം TP എന്ന് വിളിക്കുന്നത്. പീക്ക് ടൈം TP or time to peak TP എന്ന് പറയുന്നത് എന്താണ് ടൈം? TP is the time interval between starting of the rising limb to peak of hydrograph. Starting of rising limb A തൊട്ട് peak of hydrograph വരെയുള്ള ആ ടൈം ഇന്റർവെലിനെയാണ് time to peak ആയിട്ട് വിളിക്കുന്നത്. നെക്സ്റ്റ് is TC. TC, time of concentration. Time of concentration എന്ന് പറഞ്ഞാൽ it is defined as the travel time of water particle from the hydraulically most remote point in the basin to outflow location. ബേസിനിലെ ഏറ്റവും റിമോട്ട് പോയിന്റിൽ നിന്ന് ഔട്ട്ഫ്ലോ ലൊക്കേഷൻ വരെ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈം, അതാണ് ടൈം ഓഫ് കോൺസെൻട്രേഷൻ. Or it is taken as the time from end of net rainfall to point of inflection. Net rainfall തീരുന്നിടത്തോട്ട് point of inflection on the recession limb അതുവരെയുള്ള ടൈം പീരീഡിനെ നമുക്ക് ടൈം ഇന്റർവെലിനെയും ടൈം ഓഫ് കോൺസെൻട്രേഷൻ എന്ന് വിളിക്കാം.
Time of concentration പറയുകയാണെങ്കിൽ it is the time taken for the travel from most remote point of the basin to outlet, or it is taken as a time interval between the end of effective net rainfall to point of inflection. അതാണ് ടൈം ഓഫ് കോൺസെൻട്രേഷൻ TC. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് 0.0003230 by S raised to 0.385, where TC is the time of concentration in hours, L is the maximum length of travel of water in meters, slope of the channel ആണ് H by L. H is the difference in elevation between remote point and in the channel and outlet point. അതാണ് time of concentration TC. Now next is recession time TR. Recession time TR. Recession time TR. It is the duration of direct runoff after the end of effective rainfall duration. Effective rainfall കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ് റൺ ഓഫ് എത്ര ഡ്യൂറേഷനിൽ ഉണ്ടാവോ ആ ടൈം ഇന്റർവെലിനെയാണ് TR അല്ലെങ്കിൽ റിസഷൻ ടൈം എന്ന് വിളിക്കുന്നത്. ഡ്യൂറേഷൻ ഓഫ് ഡയറക്റ്റ് റൺ ഓഫ് ആഫ്റ്റർ ദി എൻഡ് ഓഫ് ഇഫക്റ്റീവ് റെയിൻഫോൾ ഡ്യൂറേഷൻ. ഇഫക്റ്റീവ് റെയിൻഫോൾ കഴിഞ്ഞിട്ട് എത്ര ഡ്യൂറേഷനിൽ നമുക്ക് ഡയറക്റ്റ് റൺ ഓഫ് കിട്ടുമോ ആ ടൈം ഇന്റർവെലിനെയാണ് അല്ലെങ്കിൽ ആ ടൈം പീരീഡിനെ വിളിക്കുന്ന പേരാണ് റിസഷൻ ടൈം. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ ടൈം ബിറ്റ്വീൻ എൻഡ് ഓഫ് ഇഫക്റ്റീവ് റെയിൻഫോൾ ആൻഡ് ലോവസ്റ്റ് പോയിന്റ് D ഓൺ ദ റിസഷൻ ലിംബ്. ഇഫക്റ്റീവ് റെയിൻഫോൾ തീരുന്ന പോയിന്റ് തൊട്ട് ലോവസ്റ്റ് പോയിന്റ് D വരെയുള്ള ആ ടൈം ഡിഫറൻസ് ആണ് റിസഷൻ ടൈം TR. റിസഷൻ ടൈം TR. Sixth one is time base of hydrograph or base time TB. It is the time from which direct runoff begins to the time when it stops. Direct runoff start ചെയ്യുന്നോട്ട് direct runoff തീരുന്ന വരെയുള്ള ടൈം അതാണ് TB, time base of hydrograph or base time. In other words, it is the time from beginning point A to end point D. A തൊട്ട് D വരെയുള്ള ടൈം. അതായത് ഡയറക്റ്റ് റൺ ഓഫ് സ്റ്റാർട്ട് ചെയ്ത് ഡയറക്റ്റ് റൺ ഓഫ് എൻഡ് ചെയ്യുന്ന വരെയുള്ള ടൈമാണ് ബേസ് ടൈം അല്ലെങ്കിൽ ടൈം ബേസ് ഓഫ് ഹൈഡ്രോഗ്രാഫ് TB. Next is methods for separation of base flow. ഒരു ഹൈഡ്രോഗ്രാഫിൽ നിന്ന് ബേസ് ഫ്ലോയെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാന്നുള്ളത് കണ്ടുപിടിക്കാം. There are three methods. First one is straight line method. Straight line method. Straight line method എന്ന് പറഞ്ഞാൽ there are 2 points A and D indicating the starting, beginning and end of direct runoff. അതാണ് points A and point D. In straight line method, points A and D are joined by a straight line AD. A and D യും കൂടെ straight line ആയിട്ട് join ചെയ്യും. This is the simplest method of separation. ഇനി താഴോട്ടുള്ളത് ബേസ് ഫ്ലോ ആണ് പറഞ്ഞ് എടുക്കും. AD ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ജോയിൻ ചെയ്തിട്ട് അതിന് താഴോട്ടുള്ളത് ബേസ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സിംപ്ലസ്റ്റ് മെത്തേഡ്. Second method is two lines method.
two lines method. Two lines method ആണ് most widely used method in which base flow is separated from direct runoff by two lines. ഇവിടെ രണ്ട് ലൈൻ ഉപയോഗിച്ചാണ് ബേസ് ഫ്ലോയെ ഡയറക്റ്റ് റൺ ഓഫിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് line A is obtained by extending the base flow curve prior to the commencement of surface runoff till it meets a vertical line drawn from the peak. Peak P ഇവിടെയാണെങ്കിൽ peak P യിൽ നിന്ന് നമുക്കൊരു vertical line വരയ്ക്കാം. Now ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലൈൻ A is obtained by extending base flow curve existing prior to the commencement of surface runoff till it intersects a vertical line drawn from the peak P in a point E. ഇത് റൺ ഓഫ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഫസ്റ്റ് പോർഷൻ ഉണ്ടല്ലോ, അതിനെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. ഈ പോർഷനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇതിലോട്ട് മീറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് E കിട്ടും. പീക്കിൽ നിന്ന് വരയ്ക്കുന്ന വെർട്ടിക്കൽ ലൈനിലോട്ട് ഈ ഫസ്റ്റ് പോർഷൻ, അതായത് റൺ ഓഫ് തുടങ്ങുന്നതിന് മുമ്പുള്ള പോർഷനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്ക് ലൈൻ എന്ത് കിട്ടി? AE കിട്ടി. Now point E so obtained and point D located are joined by a single straight line. ഇനി E and D കൂടെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ജോയിൻ ചെയ്യാം. The segments marked by two lines AE and ED demarcate the base flow and direct runoff. AE and ED അത് demarcate ചെയ്യുന്നത് ബേസ് ഫ്ലോയെയും ഡയറക്റ്റ് റൺ ഓഫിനെയാണ്. മുകളിലോട്ട് ഡയറക്റ്റ് റൺ ഓഫും താഴോട്ട് ബേസ് ഫ്ലോയും. ഇതാണ് two lines method. Two lines method. Now method 3, the first, second. Now third method is curves extension method. Curves extension method. This method consists of extending the base flow curve on recession side backward till it intersects a vertical line passing through the point of inflection C in point F. അപ്പോൾ സിയിൽ നമുക്കൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ യു ആർ ഗോയിങ് ടു എക്സ്റ്റെൻഡ് ദ ബേസ് ഫ്ലോ കർവ് ഓൺ റിസഷൻ സൈഡ് ബാക്ക്വേർഡ് till it intersects a vertical line through a point of inflection C in point F. Thus, D dash F is the curve extended backwards. D നിന്ന് താഴോട്ട് പോകുമ്പോൾ എൻഡ് ചെയ്യുന്ന പോയിന്റ് D dash. അപ്പോൾ ഈ കർവിനെ നമ്മൾ ഈ സിയിൽ നിന്നുള്ള വെർട്ടിക്കൽ ലൈനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. നമുക്ക് ഏത് പോയിന്റ് കിട്ടുന്നു? F എന്ന് പറഞ്ഞൊരു പോയിന്റ് കിട്ടും. അതാണ് ഇവിടെ. ഈ റിസഷൻ കർവിനെ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് സിയിൽ നിന്നുള്ള പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനിൽ നിന്നുള്ള വെർട്ടിക്കൽ ലൈനിൽ ചെന്ന് മീറ്റ് ചെയ്യും. ആ പോയിന്റ് ആണ് പോയിന്റ് എഫ്. അതിനുശേഷം പോയിന്റ് എയും പോയിന്റ് എഫിനെയും ഒരു സ്മൂത്ത് കർവ് കൊണ്ട് ജോയിൻ ചെയ്യണം. പോയിന്റ് എയും പോയിന്റ് എഫിനെയും സ്മൂത്ത് കർവ് കൊണ്ട് നമ്മൾ ഡിയിൽ നിന്ന് ഒരു കർവ്, ഈ കർവിനെ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് സിയിൽ നിന്നുള്ള വെർട്ടിക്കൽ ലൈനിൽ മീറ്റ് ചെയ്തു. അതുപോലെ ഇനി എയും എഫുമായിട്ടൊരു സ്മൂത്ത് കർവ്, എയിൽ നിന്ന് എയും എഫും ജോയിൻ ചെയ്ത വിധത്തിൽ ഒരു സ്മൂത്ത് കർവ് വരയ്ക്കാം, എ എഫ്. സോ ടു സെഗ്മെന്റ്സ് മാർക്ക്ഡ് ബൈ ടു കർവ്സ് AF and FD dash demarcate base flow and direct runoff. ഇത് എവിടെയാണ് പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ ദിസ് മെത്തേഡ് ഇസ് പ്രിഫർഡ് വെയർ സ്ട്രീം ആൻഡ് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ആർ ഹൈഡ്രോളിക്കലി കണക്റ്റഡ് ആൻഡ് ഫ്ലോ ഫ്രം ഗ്രൗണ്ട് വാട്ടർ സ്റ്റോറേജ് റീച്ചസ് ദ സ്ട്രീം ക്വിക്ലി. ആ കേസിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. തേർഡ് മെത്തേഡ് എങ്ങനെയാണ്? കർവ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കണം. 3 3 This is method 1, method 2. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, അതായത് പോയിന്റ് ഇയും പോയിന്റ് ഡിയും തമ്മിൽ ജോയിൻ ചെയ്യണം. ഡയറക്റ്റ് റൺ ഓഫ് തുടങ്ങുന്നത് ഡയറക്റ്റ് റൺ ഓഫ് എൻഡ് ചെയ്യുന്ന പോയിന്റ് തമ്മിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ജോയിൻ ചെയ്താൽ അത് ബേസ് ഫ്ലോയെ ഡിമാർക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് ഈസിയസ്റ്റ് മെത്തേഡ് ആണ്, പക്ഷെ അധികം യൂസ് ചെയ്യാറില്ല, ആക്യുറസി കുറവാണ്. സെക്കൻഡ് മെത്തേഡ് ആണ് വൈഡ്ലി യൂസ്ഡ്. അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ
ഇനി സർഫസ് റൺ ഓഫ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഇനീഷ്യൽ പോർഷനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പീക്കിൽ നിന്നുള്ള വെർട്ടിക്കൽ ലൈനിൽ മീറ്റ് ചെയ്യിപ്പിക്കും അറ്റ് പോയിന്റ് ഇ. ഇയും പോയിന്റ് ഡിയും കൂടെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ജോയിൻ ചെയ്യും. അപ്പൊ എ ഇ ഡി എന്നുള്ള ആ രണ്ട് സെഗ്മെന്റ് ആണ് ഡയറക്റ്റ് റൺ ഓഫിനെ ബേസ് ഫ്ലോയിൽ നിന്നും ഡിമാർക്കേറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് മെത്തേഡ് കർവ്സ് എക്സ്റ്റൻഷൻ മെത്തേഡ്. എന്താണ് കർവ്സ് എക്സ്റ്റൻഷൻ മെത്തേഡ്? കർവ്സ് എക്സ്റ്റൻഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ റിസെഷൻ ലിമ്പിന്റെ ആ കർവിനെ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. അതായത് റിസെഷൻ ലിമ്പ് തീരുന്ന പോയിന്റ് ഡി ഡാഷ് ആണെങ്കിൽ അവിടെ നിന്ന് ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനിൽ നിന്ന് വരുന്ന വെർട്ടിക്കൽ ലൈനിൽ മീറ്റ് ചെയ്യിപ്പിക്കും അറ്റ് പോയിന്റ് എഫ്. ഇനി എഫ് എന്നുള്ള പോയിന്റും പോയിന്റ് എയും തമ്മിൽ ഒരു സ്മൂത്ത് കർവ് ആയിട്ട് ജോയിൻ ചെയ്യും. സോ ദ ടു കർവ്സ് AF and FD dash demarcates direct runoff and base flow. Now let us see how to compute direct runoff or rainfall excess from storm hydrograph. Direct runoff from storm hydrograph. Direct runoff from storm hydrograph. എങ്ങനെ ചെയ്യും? First you have to find the ordinates of storm hydrograph representing total discharge Q at a given time T. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് യു ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ഓർഡിനേറ്റ്സ് ഓഫ് സ്റ്റോം ഹൈഡ്രോഗ്രാഫ് representing total discharge Q at a time interval T hours. അത് ആദ്യം കണ്ടുപിടിക്കണം. Now then you have to second step is to separate groundwater flow. Second step is to separate groundwater flow. അതായത് find out the ordinates of base flow at the same time interval. Groundwater flow separate ചെയ്യാൻ വേണ്ടി ഇതേ ടൈം ഇന്റർവെല്ലിലുള്ള base flow ordinates കണ്ടുപിടിക്കണം. And third step is to find the ordinates of direct runoff by subtracting the ordinates of base flow from total discharge. ഇവിടെ നമ്മൾ Q മൈനസ് ബേസ് ഫ്ലോ ചെയ്യും. നമ്മൾ ആദ്യം ഓർഡിനേറ്റ്സ് ഓഫ് സ്റ്റോം ഹൈഡ്രോഗ്രാഫ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഫോർ ഡിഫറെന്റ് ടൈം ഇന്റർവെൽസ് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതേ ടൈം ഇന്റർവെല്ലിലുള്ള ബേസ് ഫ്ലോ കണ്ടുപിടിക്കണം. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റൺ ഓഫ് ഓർഡിനേറ്റ് കണ്ടുപിടിക്കണം. ഡയറക്റ്റ് റൺ ഓഫ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത് ഈ ഡിസ്ചാർജ് മൈനസ് അതായത് നമ്മൾ കണ്ടുപിടിച്ച Q വാല്യൂസ് ഡിസ്ചാർജ് വാല്യൂസ് മൈനസ് ബേസ് ഫ്ലോ വാല്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് റൺ ഓഫ് കിട്ടും. ഡയറക്റ്റ് റൺ ഓഫ് ഓർഡിനേറ്റ്സ് കിട്ടും. ഇനി ഡയറക്റ്റ് റൺ ഓഫിന്റെ ഡെപ്ത് കണ്ടുപിടിക്കാം. ഡെപ്ത് ഓഫ് ഡയറക്റ്റ് റൺ ഓഫ് അതെങ്ങനെ കണ്ടുപിടിക്കും? ഡയറക്റ്റ് റൺ ഓഫ് ഇസ് ഈക്വൽ ടു total volume of direct runoff by area of basin. Total volume by basin area. അതായത് ഡയറക്റ്റ് റൺ ഓഫ് ഓർഡിനേറ്റ്സിന്റെ സം എടുക്കണം. സിഗ്മ ഓ അതിനെ ഇൻറ്റു ടി. അപ്പൊ നമുക്ക് ടോട്ടൽ വോളിയം ആവും. അതെന്ന് പറയുന്നത് ഡിസ്ചാർജ് അല്ലേ. ഡിസ്ചാർജ് എന്ന് പറയുന്നത് വോളിയം ബൈ ടൈം ആണ്. അപ്പൊ അത് ഇൻറ്റു ടൈം ചെയ്യുമ്പോൾ ടോട്ടൽ വോളിയം കിട്ടും. ഇനി ഇതെന്ന് പറയുന്നത് ഇത് ക്യൂമെക്സിലും ആയിരിക്കും. ഈ ടൈം എന്ന് പറയുന്നത് അവേഴ്സിലായിരിക്കും. അപ്പൊ ടൈമിനെ സെക്കൻഡ്സിലോട്ട് അവേഴ്സിലുള്ള ടൈമിനെ സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 60 × 60. ഏരിയ യൂഷ്വലി സ്ക്വയർ കിലോമീറ്ററിലായിരിക്കും തരുന്നത്. ഏരിയ സ്ക്വയർ കിലോമീറ്ററിൽ തരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? സ്ക്വയർ മീറ്ററിലോട്ട് ആക്കാൻ വേണ്ടി ഏരിയ ഇൻറ്റു 10⁶. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ മീറ്ററിൽ കിട്ടും. യൂഷ്വലി നമ്മൾ സെന്റിമീറ്ററിൽ പറയുന്നുണ്ട് ഇൻറ്റു 100 കൊടുത്തിട്ട് ഈ വാല്യൂ സെന്റിമീറ്ററിൽ കിട്ടും. ഓർഡിനേറ്റ്സ് ഓഫ് ഡയറക്റ്റ് റൺ ഓഫ് എന്ന് പറയുന്നത് സിഗ്മ ഓ എന്ന് പറയുന്നത് ക്യൂമെക്സിലായിരിക്കും. സിഗ്മ ഓയുടെ ഓർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ക്യൂമെക്സ്, ടി എന്ന് പറയുന്നത് അവേഴ്സ്, എ എന്ന് പറയുന്നത് സ്ക്വയർ കിലോമീറ്റർ. അപ്പൊ നമുക്ക് ഇത്രയും കൂടെ ചെയ്യുമ്പോൾ മീറ്ററിൽ കിട്ടും. അതിനെ സെന്റിമീറ്റർ ആക്കാൻ വേണ്ടി ഇൻറ്റു
100. എന്താണ് ചെയ്യുന്നത് തന്നെ ആദ്യം നമ്മൾ സ്റ്റോം ഹൈഡ്രോഗ്രാഫ് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കും Q. ഇനി അത് ഓരോ ടൈം ഇന്റർവെലിന് വേണ്ടി കണ്ടുപിടിക്കും. ഇനി ആ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതേ ടൈം ഇന്റർവെലിലുള്ള ബേസ് ഫ്ലോ കണ്ടുപിടിക്കുക. Now third is we are going to find the direct runoff coordinates by subtracting base flow from total discharge Q. Q minus base flow ചെയ്യുമ്പോൾ ഡയറക്റ്റ് റൺ ഓഫ് കിട്ടും. ഇനി ഡയറക്റ്റ് റൺ ഓഫിനെ ഡെപ്തിലുകൾ ഇൻ ടേംസ് ഓഫ് ഡെപ്ത് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ വോളിയം ബൈ ബേസിൻ ഏരിയ. ടോട്ടൽ വോളിയം എങ്ങനെ കിട്ടും? ഓർഡിനേറ്റ്സ് ഓഫ് ഡയറക്റ്റ് റൺ ഓഫിന്റെ സം എടുത്തിട്ട് ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് വോളിയം കിട്ടും. ഈ ഓർഡിനേറ്റ്സ് ഓഫ് ഡയറക്റ്റ് റൺ ഓഫ് എന്ന് പറയുന്നത് ഡിസ്ചാർജിന്റെ യൂണിറ്റ് ആണ്. എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഡിസ്ചാർജ് ആണ്. അതെന്താണ്? മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലായിരിക്കും ഓർ ക്യൂമെക്സിലായിരിക്കും യൂണിറ്റ്. സോ സിഗ്മ ഓ ഇൻറ്റു ടൈം ചെയ്യുമ്പോൾ നമുക്ക് വോളിയം ഓഫ് ഡയറക്റ്റ് ടോട്ടൽ വോളിയം ഓഫ് ഡയറക്റ്റ് റൺ ഓഫ് കിട്ടും. ആ ടൈം അവേഴ്സിലായതുകൊണ്ട് സെക്കൻഡ്സിലാക്കാൻ വേണ്ടി ×60 അങ്ങനെ സിഗ്മ ഓ എന്ന് പറയുന്നത് ക്യൂമെക്സ് ഓർ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലായിരിക്കും. ഡിവൈഡഡ് ബൈ ബേസിൻ ഏരിയ. ബേസിൻ ഏരിയ വിൽ ബി യൂഷ്വലി ഗിവൺ ഇൻ സ്ക്വയർ കിലോമീറ്റേഴ്സ്. അതിനെ സ്ക്വയർ മീറ്റർ ആക്കാൻ വേണ്ടി ×10⁶. അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടെ ടോട്ടൽ വോളിയം ബൈ ബേസിൻ ഏരിയ ചെയ്യുമ്പോൾ ഈ മീറ്റർ കിട്ടും. പക്ഷെ ഡയറക്റ്റ് റൺ ഓഫ് ഒക്കെ കൂടുതലും സെന്റിമീറ്റേഴ്സിൽ എക്സ്പ്രസ് ചെയ്യുന്നതുകൊണ്ട് ആ വാല്യൂവിനെ ×100 കൂടെ ചെയ്ത് സെന്റിമീറ്ററിൽ ആൻസർ പറയാം. സിഗ്മ ഒ ടി ×60/60 A × 10⁶ ×100. അപ്പൊ ഇത് എന്തെങ്കിലും സോൾവ് ചെയ്യുമ്പോ 0.36 സിഗ്മ ഒ ടി ബൈ A. 0.36 സിഗ്മ ഒ ടി ബൈ A. T എന്ന് പറയുന്നത് ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ സക്സസീവ് ഓർഡിനേറ്റ്സ് തമ്മിലുള്ള ടൈം ഇന്റർവെൽ ആയിരിക്കും T. 0.36 × സിഗ്മ ഒ ടി ബൈ A. Mm-hmm.